ബ്രഹ്മപ്പെട്ടു ലോകായ മുറിഞ്ഞ കൈ മുറിഞ്ഞ പോണേ ഓഫ് റോഡ് ചവിട്ടോ നീ ഓഫ് റോഡ് വരേക്ക് വീഴോ താടൊക്കെ മുള്ളൊക്കെ ഉള്ള റോഡാണല്ലോ ഓക്കെ ആണോ ഓക്കെ ആണെങ്കിൽ പോവാം കേട്ടോ ഞാൻ പുറകെയുണ്ട് ലോക്കായ ലോക്കായ ഇറങ്ങി തള്ളു ഏയ് ഇതാ പശു വരുന്നുണ്ടേ ബ്രഹ്മപ്പെട്ടു പശു പശു നിന്നെ അങ്ങോട്ട് കടക്കാൻ സമ്മതിക്കില്ല എന്ന് പറയണേ മുള്ളുകൊള്ളത് മുള്ളത് കാട്ടില് പെട്ടുപോയ ബ്രഹ്മ മുറിഞ്ഞ കൈ മുറിഞ്ഞ അയ്യോ ഞാൻ പറഞ്ഞല്ലേ മുള്ളിൻ്റെ ഉള്ളിൽ കൂടെ വരണ്ട പോട്ടെ പോട്ടെന്നാ കുഴപ്പമില്ലല്ലോ അതാ ഞാൻ പറഞ്ഞു മുള്ളിച്ചെടിയുടെ ഉള്ളിൽ കൂടെ വരട്ടാന്ന് പറഞ്ഞു അച്ഛൻ്റെ മേത്തും കുടുങ്ങാറാവും എന്റെ മുണ്ടുമേ കുടുങ്ങ പോട്ടെ 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 എന്താ പറഞ്ഞ പാടം നോക്കി വാ ഇവിടെ കുറച്ചേരം ഇരുന്നിട്ട് പോവാം അവിടെ പാർക്ക് ചെയ്തു ഇരിക്കണില്ലേ സൈക്കിള് ഇത്തിരി നീക്കി വയ്ക്കാന്ന മണ്ണില് ഇരിക്കണ കാരണമായിരിക്കും
ഇതാണ് ബ്രഹ്മയുടെ സൈക്കിള്. ക്ഷീണിച്ച കുറച്ച് വെള്ളം എനിക്ക് കുടിച്ചോണേ കുറച്ച് കുടിച്ചാ. ചെയ്യ അങ്ങനത്തെ ചെയ്ത് ചെയ്ത് ശരിയാവും. പോണ ചായ കുടിക്കാൻ പോണ? ചായ കുടിക്കാൻ പോണ? വേണ്ട, കുറച്ചും കൂടെ പോണം. പോവോ നീ? ചവിട്ടോ? എന്നാ പോവാ. എന്താ നല്ല പോവാ. പോട്ടെ പോട്ടെ പോട്ടെ. ചായ കുടിക്കണ്ടേ? വാ, സൈക്കിള് വെക്കി അവിടെ പാർക്ക്. ഓർഡർ ചെയ്തിട്ട് ഞങ്ങളൊന്ന് ജിമ്മിക്ക് പോയി. എന്നിട്ട് ഒരു 2 എണ്ണം ചെയ്ത് കഴിഞ്ഞപ്പോ അപ്പന്നെ എന്താ സർവത്ത് വന്ന്. സർവത്തായി നോക്കിയേ. ചായ കുടിക്കാൻ വന്നിട്ട് ചായ കുടിച്ചാ? ഞാൻ സർത്ത് കുടിച്ച് വരുമ്പോ കുറച്ച് ആൾക്കാര് മീൻ പിടിക്കുന്ന കണ്ടപ്പോ അവര് മീൻ വേണമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഇയാൾ സ്പീഡിൽ സൈക്കിൾ ഓട്ടാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ കൂടെ റോട്ടിൽ കൂടെ ഒക്കെ സൈക്കിൾ ഓട്ടാൻ വരും. അപ്പോഴൊക്കെ ഭയങ്കര സ്പീഡായതുകൊണ്ട് എല്ലാവരും എന്നോട് പറയും ഈ ആൾ കുറച്ച് സ്പീഡാണ്, ശ്രദ്ധിക്കണം. കാരണം എന്താ വെച്ചാൽ അവരുടെ ഒരു സേഫ്റ്റി, കുട്ടികളുടെ ഒരു സേഫ്റ്റിയിൽ എല്ലാവർക്കും ഒരു പ്രത്യേക ഒരു ആശങ്ക ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മുടെ അടുത്ത ആളുകളൊക്കെ പറഞ്ഞു ഭയങ്കര സ്പീഡാണ്, റോട്ടിലേക്ക് വിടരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവൻ്റെ ഒന്നില്ലെങ്കിൽ സൈക്കിൾ വിട്ട് വീടിൻ്റെ ചുറ്റും കുറച്ച് സ്ഥലത്തേക്ക് മാത്രമായിട്ട് ചുരുക്കണം.
അതല്ലെങ്കിൽ ഒരു 70% നമ്മൾ അവനൊരു ബാലൻസ് ഉണ്ടെന്ന് വിശ്വസിച്ചിട്ട് ബാക്കി 30% അവൻ്റെ അശ്രദ്ധേനെ മേക്കപ്പ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സേഫ്റ്റി എക്യുപ്മെൻറ്റ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് വിചാരിച്ചിട്ടാണ് ഹെൽമെറ്റും പിന്നെ അങ്ങനത്തെ കുറച്ച് സേഫ്റ്റി എക്യുപ്മെൻ്റൊക്കെ വാങ്ങി. പക്ഷെ അത് നന്നായി, അത് പിന്നെ സൈക്കിളിലോട്ട് കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയി അത് അങ്ങനെ ചെയ്തതുകൊണ്ട്. ശരിയാണല്ലോ. ഏയ് എത്തി പോട്ടെ അവിടേക്ക് എത്തണം നമുക്ക്. ഇതുപോലത്തെ യാത്ര നമുക്ക് ഇനിയും പോവാം. ഇനി ആണെങ്കിൽ നമുക്കിത് ശ്രമിക്കാം. കുറേ സ്ഥലത്തേക്ക് നമുക്കിങ്ങനെ ഓടിച്ചു പോവാം. ഞങ്ങൾ പുതിയ യാത്രയായിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.